ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കപ്ലങ്ങ തോരനാണ് വെക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് കപ്ലങ്ങ. പപ്പായ, കർമൂസ, ഓമയ്ക്ക ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് കപ്ലങ്ങ പറിക്കാൻ പോവാം. ഇതാണ് നമ്മൾ പറിച്ച കപ്ലങ്ങ. കപ്ലങ്ങ പുറം കഴുകി കറ കളഞ്ഞ് വെച്ചു. ഇനി അത് മുറിച്ചെടുക്കാം. കഷ്ണങ്ങളാക്കി വെച്ചത് ചെറിയ ചെറിയ പീസുകളാക്കി വെക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയത് കഴുകിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്ലങ്ങ മിക്സിന്റെ ജാറയിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തതാണിത്. ക്രഷ് ചെയ്തെടുത്ത കപ്ലങ്ങ ജലാംശത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് പല അസുഖങ്ങൾക്കും നല്ലതാണ്. അങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായി ഉള്ളി, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, തേങ്ങ ചിരകി വെച്ചത്, സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ചതച്ച് വെച്ച കപ്ലങ്ങ ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച കപ്ലങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പുനീര് ഒഴിക്കാം. ഉപ്പുനീര് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങയിട്ട് ഇളക്കി കൊടുക്കാം.
മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്ലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ 2 കപ്ലങ്ങ പഴുക്കാൻ നിർത്തിയതാണ്. ഒരെണ്ണം നമ്മൾ പറിച്ച് പഴുപ്പിക്കാൻ വെച്ചതാണിത്. ഈ കപ്ലങ്ങയ്ക്ക് നല്ല കളറും നല്ല മധുരവുമാണ്. കളർ കണ്ട ആരും കഴിച്ചു പോവും. വീഡിയോയിൽ എത്രത്തോളം കളർ കിട്ടിയെന്നറിയില്ല. കപ്ലങ്ങ ജ്യൂസ് അടിച്ച് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി കിടിലൻ കപ്ലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ഇടയ്ക്ക് ഇതുപോലെ കപ്ലങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.